പാവപ്പെട്ട ചൂരൽമലക്കാരെയും മുണ്ടക്കൈ നിവാസികളെയും ഒക്കെ പറഞ്ഞു പറ്റിച്ച് പുതിയ തട്ടിപ്പിനുള്ള തറക്കല്ലിടലായിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിലെ കൽപ്പറ്റയിൽ നടന്നത്. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസം ഉറപ്പുവരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പാടി പുകഴ്ത്തി മലയാള മാധ്യമങ്ങൾ ആഘോഷമാക്കുമ്പോൾ എനിക്കിവിടെ ചിലത് ചോദിക്കാനുണ്ട്. നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കുന്നത്? ഞങ്ങളും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്. എത്ര കൂട്ടിയാലും ശരിയാവാത്ത പൊട്ടക്കണക്കും കൊണ്ടുവന്നാൽ കണ്ണും മൂടിക്കെട്ടി വോട്ട് തരാൻ ഞാനൊരു അന്തംകമ്മിയല്ല. നിൽക്ക് തർക്കിക്കാനും എന്നെ ചീത്ത വിളിക്കാനും വരട്ടെ. അതിനു മുമ്പ് ഇതൊന്ന് കേട്ട് നോക്കൂ. സുഹൃത്തുക്കളെ, വയനാട്ടിലെ ആകെ ദുരന്ത ബാധിതരുടെ എണ്ണം എന്ന് പറയുന്നത് 551 അതിൽ ഏകദേശം 121 സാധുക്കളെ വെട്ടിമാറ്റി നിലവിൽ 430 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഈ പിണറായി സർക്കാർ പുനരധിവാസം നൽകുന്നത്. അതുപോലെ ഇവർ പറയുന്നു ഈ പുനരധിവാസ പദ്ധതിക്ക് ഏകദേശം 2221 കോടി രൂപ വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബത്തിന് അവർ വിലയിട്ട 15 ലക്ഷം രൂപ എങ്ങനെ ടാലിയാകും? എത്ര കൂട്ടിയിട്ടും ഗുണിച്ചിട്ടും ഹരിച്ചിട്ടും ഒന്നും ശരിയാകുന്നില്ല. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായി ലഭിച്ച സഹായ ഹസ്തങ്ങളെ എല്ലാം തട്ടിമാറ്റി അവർ ഇന്ന് ഈ തറക്കല്ലിടൽ പദ്ധതി നടത്തുമ്പോൾ ബോധമുള്ളവനറിയാം ഇതിന്റെ പിന്നിലെ സതുദ്ദേശം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് വാരിക്കൂട്ടാനുള്ള ഓരോരോ പറ്റിപ്പുകൾ. നിങ്ങൾക്കൊന്നും നാണമില്ലേ? എല്ലാം നഷ്ടപ്പെട്ടവന്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെ പിടിച്ചു പറിക്കുന്നത്. ഒറ്റ ദിവസമെങ്കിലും ആ കുടുംബങ്ങൾ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരുടെ ഒരു ദിവസത്തെ ജീവിതമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനാകുമോ? ഇല്ലല്ലോ. AC കാറിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോൾ, വില കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ, മക്കളെയൊക്കെ വിദേശത്തേക്ക് അയച്ച് പഠിപ്പിക്കുമ്പോൾ, വിദഗ്ധ ചികിത്സയ്ക്ക് കടല് കടക്കുമ്പോൾ ഒന്നോർത്താൽ നന്ന്, നിങ്ങളൊക്കെ ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളെ വിറ്റ ഞങ്ങളുടെ ചിലവിൽ ജീവിക്കുന്നവരാണ്. ഇനി പിണറായി സർക്കാരിന്റെ ദുരന്ത ബാധിതരുടെ പുനരധിവാസ തട്ടിപ്പിലേക്ക് കടക്കാം. വയനാട്ടിലെ കൽപ്പറ്റയിലെ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് തറക്കല്ലിട്ടത്. വലിയ പരിപാടിയായിട്ടാണ് ചടങ്ങൊക്കെ നടത്തിയത്. തുടർന്ന് സകല മാപ്രകളും സർക്കാരിന്റെ കരുതലിനെയും സ്നേഹത്തിനെയും പാടിപ്പുകഴ്ത്തി 1/4 പേജ് വാർത്തയും കൊടുത്തു. എന്നാൽ ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങണമെങ്കിൽ അങ്ങ് മേപ്പോട്ട് നോക്കിയിരിക്കണം. അതായത് ഏകദേശം 800 കോടി രൂപ ദുരിതാശ്വാസത്തിന്റെ പേരിൽ സർക്കാർ പിരിച്ചെടുത്തിട്ടുണ്ട്. പലരും കഴിഞ്ഞ തവണത്തെ അനുഭവമൊക്കെ പേടിച്ചു കൊടുക്കാതിരുന്നിട്ടും കേസും കൂട്ടവും നിർബന്ധിത പിരിവുമൊക്കെയായി അതങ്ങ് തട്ടിയെടുത്തു. പിന്നെ ചടങ്ങിലെ മുഖ്യന്റെ പ്രസംഗത്തിൽ കേന്ദ്രം ഒന്നും കൊടുത്തിട്ടില്ലെന്നും തരുന്ന തുകയാണെങ്കിൽ കടമായിട്ടാണെന്നും അത് തിരിച്ചടയ്ക്കണമെന്നൊക്കെ വാദോരാതെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാട്ടെ, നിങ്ങൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ഈ 2221 കോടി രൂപ എന്തിനൊക്കെയുള്ളതാണ്? അത് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക? ഉത്തരം പറഞ്ഞാട്ടെ. അതിന് ഉത്തരമില്ലെങ്കിലും ദുരിതത്തിൽപ്പെട്ട കുടുംബത്തിന് നമ്മുടെ സർക്കാർ ഇട്ട വില പറയുന്നുണ്ട്. 15 ലക്ഷം. വീട് വെച്ച് നൽകേണ്ടാത്തവർക്ക് കേരള സർക്കാർ നൽകുന്ന ഭീമമായ തുകയാണിത്. അതും 430 വീടുകൾക്ക് മാത്രമാണ് എന്നോർക്കണം. ബാക്കി 121 കുടുംബം വഴിയാധാരം. എന്നാൽ കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ എന്റെ സഖാവേ. കർണാടക സർക്കാർ വാഗ്ദാനം ചെയ്ത 20 കോടിയുടെ കണക്കെവിടെ? 100 വീടുകൾ വെക്കാനാണ് ഈ 20 കോടി എന്നോർക്കണം. അപ്പോൾ ഒരു വീടിന് എത്രയാണ്? 20 ലക്ഷം രൂപ. കൂടാതെ രാഹുൽ ഗാന്ധിയും 100 കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. കൂടാതെ DYFIയും വാക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഇതുപോലെ വാഗ്ദാനം നൽകിയവരുടെ ലിസ്റ്റിലുണ്ട്. ഇവരെയൊക്കെ ഫണ്ട് പൊതുഫണ്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടാണോ അതോ അതില്ലേ എന്നൊന്നും നമുക്കറിഞ്ഞൂടാ. എന്നാൽ സർക്കാർ പറയുന്ന 800 കോടിയും മറ്റുള്ളവർ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ കൂടി കണക്ക് കൂട്ടിയാൽ ഏകദേശം ഒരു കുടുംബത്തിന് കുറഞ്ഞത് 2 കോടി വെച്ചെങ്കിലും കിട്ടും. അങ്ങനെയുള്ളപ്പോഴാണ് ക്യാപ്റ്റന്റെ ഈ 15 ലക്ഷം രൂപയുടെ കണക്ക്. അതോ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച വകയിൽ 2 കോടി ചിലവായതാണോ? ചർച്ച നടത്തിയ 3 കോടി, ചായയും പരിപ്പ് വടയും വാങ്ങിയ 10 കോടിയൊക്കെ വകയിരുത്തിയപ്പോഴേക്കും പൈസ തികയാണ്ട് വന്നതാണോ? അങ്ങനെയാണെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. നമ്മുടെ ക്യാപ്റ്റനല്ലേ, നമുക്ക് മനസ്സിലാകും ആ ബുദ്ധിമുട്ടൊക്കെ. അതായത് അടുത്ത കൊല്ലം മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിങ് എത്തുമല്ലേ? അപ്പോഴും ക്യാപ്റ്റന് പാർട്ടിയെ സേഫ് ആക്കേണ്ടേ? ആകെ കൂടി ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ക്യാപ്റ്റന്റെ കുസൃതികളൊക്കെ വിറ്റുപോകുന്നത് നമ്മുടെ ഈ കേരളത്തിലാണ്. അത് നിലനിർത്തി പോകണമെങ്കിൽ ഇതുപോലെ വല്ലതും വേണമല്ലോ. ഡിസംബറിൽ പണി പൂർത്തിയാക്കുമെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇതിന്റെ കഷ്ടപ്പാടൊക്കെ? അത് ഇഴഞ്ഞിഴഞ്ഞ് പോയ ഒരു ഫെബ്രുവരി മാർച്ചിനുള്ളിലൊക്കെ തീർക്കാം. അന്ന് ഇതൊക്കെ കണ്ടറിഞ്ഞ് വോട്ട് കുത്തിയാൽ മതി. ഈ ഒരു പ്രാർത്ഥന മാത്രമേ നിങ്ങളുടെ ഈ ഇരട്ടച്ചങ്കരുള്ളൂ. എന്റെ ഈശ്വരന്മാരെ, എന്റെ ലാൽ സലാം സഖാവേ, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. ഉറങ്ങുന്നതിന് മുമ്പേ ഒരു 2 തവണ ഇത് പറഞ്ഞു കിടന്നാൽ മതി. എന്നാ ഒക്കെ റെഡിയാവും. കേട്ടിട്ടില്ലേ? LDF വരും, എല്ലാം ശരിയാകും. എന്നാൽ അപ്പോഴും എനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷം പോലും വാ തുറക്കുന്നില്ല എന്നതാണ്. മാപ്രകൾ തുറക്കാത്തതിൽ അത്ഭുതമില്ല. വല്ല PR ക്യാമ്പയിനൊക്കെ ആകും. എന്നാൽ ആവശ്യമില്ലാതെ സകല വള്ളിക്കേസും പിടിക്കുന്നവർ ഇതുപോലൊരു വിഷയത്തിൽ മൗനം
പോലും പാലിക്കുമ്പോൾ അവരും വല്ലതുമൊക്കെ കൈപ്പറ്റി കാണും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മാസപ്പടി വിഷയം പോലെ ഇതും അവരങ്ങ് വിട്ടതാകും. എന്തായാലും ഇതിനെ എങ്ങനെ നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുമെന്നാണ് അടുത്ത കൺഫ്യൂഷൻ. ശുദ്ധ രാജഭരണം അത്ര തന്നെ. എന്തായാലും ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അതിനുമപ്പുറം നമ്മൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ തന്നെ പറയൂ.